കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം. ഹലോ, ഞാനിന്ന് പറയാൻ പോകുന്നത് മലയാളത്തിലെ നിത്യഹരിത നായകൻ പ്രേംനസീറിനെ കുറിച്ചാണ്. മലയാളത്തിലെ പല നായകന്മാരും വന്നും പോയി നിൽക്കുമ്പോഴും നിത്യഹരിത നായകനായ പ്രേംനസീർ ഇന്നും ഓരോ മലയാളികളുടെ മനസ്സിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. വിട പറഞ്ഞ 3 പതിറ്റാണ്ടുകൾക്കിപ്പുറവും പ്രേംനസീറിൻ്റെ ഓർമ്മകൾ മായാതെ നിൽക്കുന്നു. നാം ഇന്നും ആ കലാകാരനെ ഓർമ്മിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. അരനൂറ്റാണ്ടുകൾക്കപ്പുറം നിന്ന് അദ്ദേഹം അനശ്വരമാക്കിയ കഥാപാത്രങ്ങളും സിനിമകളും എല്ലാം ഇന്നും നാം ആസ്വദിക്കുന്നുണ്ട്. അത്രമേൽ ആഴത്തിലാണ് പ്രേംനസീർ എന്ന പേരും അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങളും മലയാളികളുടെ മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്നത്. മലയാള കാമുക സങ്കല്പങ്ങളുടെ ആദ്യ രൂപമായിരുന്നു പ്രേംനസീർ. സുമുഖനും സൽസ്വഭാവിയുമായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം ജില്ലയിലെ ചിറയിൻകീഴിൽ അക്കോട് ഷാഹുൽ ഹമീദിന്റെയും അസ്മാബിയുടെയും മകനായി 1926 ഏപ്രിൽ 7-നാണ് അബ്ദുൽ ഖാദർ ജനിക്കുന്നത്. ബിസിനസ്സുകാരനും കലാപ്രേമിയുമായിരുന്നു പിതാവ് ഷാഹുൽ ഹമീദ്. മാതാവ് അസ്മാബി നസീറിന്റെ ചെറുപ്പകാലത്ത് തന്നെ നഷ്ടപ്പെട്ടു. ആലപ്പുഴ SP കോളേജ്, ചങ്ങനാശ്ശേരി SP കോളേജ് എന്നിവിടങ്ങളിൽ നിന്ന് കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷമാണ് അബ്ദുൽ ഖാദർ എന്ന നസീറിന്റെ സിനിമാ പ്രവേശം. കോളേജ് വിദ്യാർത്ഥിയായിരിക്കെ പങ്കെടുത്ത അഭിനയ മത്സരത്തിന്റെ വിധികർത്താവാണ് നസീറിന് ആദ്യമായി സിനിമയിൽ അവസരം ഒരുക്കി കൊടുക്കുന്നത്. മത്സരവേദിയിൽ കോപം, ദുഃഖം, ഹാസ്യം എന്നിവ ഞൊടിയിടയിൽ അഭിനയിപ്പിച്ച് ഫലിപ്പിച്ച നസീറിനെ അദ്ദേഹം നേരെ പറഞ്ഞുവിട്ടത് ത്യാഗസീമ എന്ന സിനിമയുടെ നിർമ്മാതാവിന്റെ അടുത്തേക്കായിരുന്നു. 1951 ചിത്രീകരണം ആരംഭിച്ച ത്യാഗസീമ അനശ്വരനായ നടൻ സത്യന്റെയും ആദ്യ ചിത്രമായിരുന്നു. എന്നാൽ ഈ ചിത്രം പാതിയിൽ മുടങ്ങിപ്പോയി. നസീർ രണ്ടാമതായി അഭിനയിച്ച മരുമകൾ എന്ന സിനിമയും പരാജയപ്പെട്ടു. 1952 പുറത്തിറങ്ങിയ ഉദയ സ്റ്റുഡിയോയിൽ നിർമ്മിച്ച വിശപ്പിന്റെ വിളിയാണ് പ്രേംനസീറിനെ പൊടുന്നനെ താരപ്പകിടിലേക്ക് ഉയർത്തിയത്. ആ വർഷത്തെ ഏറ്റവും വലിയ സാമ്പത്തിക വിജയമായിരുന്നു വിശപ്പിന്റെ വിളി എന്ന ചിത്രം. അന്നുവരെ കാണാത്ത സൗന്ദര്യവും അഭിനയ ശൈലിയും വളരെ പെട്ടെന്ന് തന്നെ പ്രേംനസീറിനെ ജനപ്രിയ താരമാക്കി. പിൽക്കാലത്ത് സ്റ്റീരിയോ ടൈപ്പായി മുദ്രകുത്തപ്പെട്ടെങ്കിലും മരം ചുറ്റിപ്പാടുകയും പ്രണയിക്കുകയും ചെയ്യുന്ന നസീർ 50കളിലും 60കളിലും മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച യുവത്വത്തിന്റെ പ്രസരിപ്പ് വിവരണങ്ങൾക്ക് അതീതമാണ്. അതുവരെ വിരലിൽ എണ്ണാവുന്ന സിനിമകൾ മാത്രം പുറത്തിറങ്ങിയിരുന്ന മലയാള സിനിമാ ലോകത്തെ ഒരേ സമയം ലാഭകരമായ വ്യവസായവും ജനകീയമായ കലയുമാക്കി മാറ്റിയതിൽ പ്രേംനസീർ എന്ന നടന്റെ പങ്ക് വളരെ വലുതാണ്. ഇന്ത്യൻ സിനിമയിലെ ആദ്യത്തെ സൂപ്പർ താരവും അദ്ദേഹം തന്നെയായിരുന്നു. പ്രേം നവാസ്, അഷറഫ് എന്നീ 2 സഹോദരങ്ങളും 6 സഹോദരിമാരും അദ്ദേഹത്തിനുണ്ടായിരുന്നു. മലയാള സിനിമയുടെ സൂപ്പർ താരമായിരുന്ന തിക്കുറിശ്ശി സുകുമാരൻ നായരാണ് അദ്ദേഹത്തിന് പ്രേംനസീർ എന്ന പേര് നൽകിയത്. 1983 പ്രേംനസീറിന് പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചു. അന്നു മുതൽ ഇന്ന് വരെ മലയാള സിനിമയിലെ കാമുക സങ്കല്പങ്ങളുടെ ആദ്യ രൂപമായി മാറി പ്രേംനസീർ. മരുമകൾ മുതൽ ധ്വനി വരെ 751 ചിത്രങ്ങളിൽ അഭിനയിച്ച മഹാനടനായിരുന്നു അദ്ദേഹം. മലയാളം കൂടാതെ 30-ലധികം തമിഴ് സിനിമകളിലും 50-ൽ പരം തെലുങ്ക് ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച നടൻ, ഏറ്റവും നായകനായി അഭിനയിച്ച നടൻ, ഒരേ നായികയ്ക്കൊപ്പം ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച നടൻ, ഇങ്ങനെ നിരവധി വിശേഷങ്ങൾക്ക് ഉടമയാണ് പ്രേംനസീർ. ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ അനിയൻ പ്രേം നവാസ് 1956 പുറത്തിറങ്ങിയ കൂടപ്പിറപ്പ് എന്ന സിനിമയിലൂടെ സിനിമാ രംഗത്തെത്തിയിരുന്നു. പിന്നീട് 20-ലധികം സിനിമയിൽ നായകനായോ അല്ലാതെയോ അഭിനയിച്ചിരുന്ന പ്രേം നവാസ് നിർമ്മാതാവായിട്ടും തിളങ്ങിയിട്ടുണ്ട്. ഹബീബ ബിബിയായിരുന്നു പ്രേംനസീറിന്റെ ഭാര്യ. ലൈല, റസിയ, ഷാനവാസ്, റീത്ത എന്നീ 4 മക്കളായിരുന്നു അദ്ദേഹത്തിന്. ഇതിൽ മകനായ ഷാനവാസ് അച്ഛനെ പോലെ അഭിനയ രംഗത്ത് സജീവമായിരുന്നു. ഒരു കാലത്ത് സിനിമയിൽ വളരെയധികം ശോഭിച്ചു നിന്നിരുന്ന അദ്ദേഹം ഏകദേശം 50ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ അച്ഛനെ പോലെ ശോഭിക്കാൻ മകനായിട്ടില്ല എന്നതാണ് സത്യം. അസുഖബാധിതനായി ചികിത്സയിൽ കഴിയവേ 1989 ജനുവരി 16-ന് ചെന്നൈയിൽ വച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. ആ അതുല്യ പ്രതിഭയുടെ മൃതശരീരം തിരുവനന്തപുരം എയർപോർട്ടിലെത്തിയപ്പോൾ അവസാനമായി ഒരു നോക്ക് കാണാൻ ആർത്തിരമ്പി എത്തിയത് വൻ ജനാവലിയായിരുന്നു. ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ച നായകനായ മഹാനടൻ. അവസാന നിമിഷം അദ്ദേഹത്തിന്റെ ശവമഞ്ചം താങ്ങാൻ ഭാഗ്യം കിട്ടിയത് മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകളായ മമ്മൂട്ടിക്കും മോഹൻലാലിനുമായിരുന്നു. തിരുവനന്തപുരത്തെ PJT ഹാളിൽ ആയിരങ്ങൾ പങ്കെടുത്ത പൊതുദർശനത്തിന് ശേഷം നസീറിന്റെ ജന്മനാടായ ചിറയിൻകീഴിലെ കാട്ടുമുറാക്കൽ ജുമാ മസ്ജിദിൽ കവറടക്കം നടന്നു. ശാന്തനും സൗമ്യനും സുന്ദരനുമായിരുന്ന മലയാളത്തിന്റെ നിത്യഹരിത നായകൻ പ്രേംനസീർ വിട പറയുമ്പോൾ അദ്ദേഹത്തിന് 62 വയസ്സായിരുന്നു പ്രായം.